മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു സുദിനമാണെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഒരു വ്യാപാരിക്ക് ഒരു വീട് ഇന്ന് യാഥാർത്ഥ്യമാക്കുകയാണ്. വ്യാപാരിക്കൊരു വീട് പദ്ധതിയിൽ നിർധന വ്യാപാരിക്ക് സ്നേഹഭവനമൊരുക്കി പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ്റെ സ്മരണാർത്ഥം ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പള്ളിക്കുന്നിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിൻ്റെ താക്കോൽ കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ടി നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയിൽ ചെറുകിടക്കാരും വൻകിടക്കാരും ഒരുപോലെ പ്രതിസന്ധി നേരിടുമ്പോൾ പരസ്പരം കൈകോർത്ത് അതിജീവനത്തിന്റെ പുതിയ പാത തെളിയിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ. കോവിഡിന് ശേഷം പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാവാതെ ഒട്ടേറെ വ്യാപാരികളാണ് ദുരിതമനുഭവിക്കുന്നത്. ഇവരിൽ ചെറുകിട കച്ചവടക്കാരിൽ പലരും തിരിച്ചുവരാനാവാത്ത വിധത്തിൽ നഷ്ടങ്ങളിലേക്ക് കോപ്പുകുത്തിയ നിലയിലാണ്. സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടാക്കാൻ വർഷങ്ങളോളം കച്ചവടം ചെയ്തിട്ടും സാധിക്കാതെ വിഷമിക്കുന്ന ഒട്ടേറെ വ്യാപാരികളുണ്ട്. വാടക വീടുകളിലും ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്ത തകർന്നു വീഴാവുന്ന നിലയിലുള്ള വീടുകളിലും കഴിയുന്ന വ്യാപാരികളെ എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളെ നന്മയുടെ പുതിയ വഴിയിലേക്ക് നയിച്ചത്. മലപ്പുറം ജില്ലയുടെ നന്മയും സഹാനുഭൂതിയും കേരള ജനതയെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ അറിയിക്കുകയാണ് ജില്ലയിലെ വ്യാപാരികൾ. പാവപ്പെട്ട സ്വന്തമായി വീടില്ലാത്ത വ്യാപാരികൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കി നൽകിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടന മാതൃക തീർക്കുന്നത്. വ്യാപാരികളെ ഒരു കൊടിക്കീഴിൽ അണിനിരത്തി അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ പ്രാപ്തമാക്കിയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ്റെ സ്മരണ നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെ മലപ്പുറത്തെ വ്യാപാരികൾ തുടങ്ങിവെച്ച വ്യാപാരിക്കൊരു വീട് പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുകയാണ്. ഓരോ യൂണിറ്റുകളും മണ്ഡലം കമ്മിറ്റികളും പദ്ധതി ഏറ്റെടുത്തതോടെ 33 സ്നേഹഭവനങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഉയരുന്നത്. ഇതിൽ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന ടി നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനം ഏറ്റവും അർഹതയുള്ള വ്യാപാരിക്കാണ് നൽകിയത്. മാർക്കറ്റിലെ നിർധന വ്യാപാരിയായ മുജീബിനാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പള്ളിക്കുന്നിൽ വീട് നിർമ്മിച്ചു നൽകിയത്. പാവപ്പെട്ട വ്യാപാരികളെ ചേർത്ത് നിർത്തുന്ന മർച്ചന്റ്സ് അസോസിയേഷൻ നിർമ്മിച്ച ടി നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനം നജീബ് കാന്തപുരം MLA, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ മണ്ഡലം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുജീബിന് കൈമാറി. ജില്ലയിലെ വ്യാപാരികൾ പരസ്പരം കൈകോർത്ത് പാവപ്പെട്ട വ്യാപാരികൾക്ക് തണലൊരുക്കുകയാണെന്നും ഇത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. കച്ചവടക്കാരായ ആളുകൾ, വീടില്ലാത്ത കച്ചവടക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇത് മറ്റെവിടെ ഇന്ന് വരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഏതെങ്കിലും യൂണിറ്റുകളിൽ ചിലപ്പോൾ യൂണിറ്റ് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ഒരു അനുഭവം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. 16 മണ്ഡലങ്ങളിൽ 16 വീടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. 16 വീട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരു വലിയൊരു സംഖ്യയാണത്. പക്ഷെ അതിൽ നിന്നിട്ട് വ്യത്യസ്തമായി പ്രധാനപ്പെട്ട യൂണിറ്റുകളൊക്കെ ഞങ്ങളൊക്കെ ഓരോ വീട് തരാം, 2 വീട് തരാം, അപ്പൊ 5 വീട് തരാമെന്ന് വരെ പറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ ഏറെക്കുറെ 33 വീടാണ് ഇപ്പോൾ ഇവിടെ ഓഫർ വന്നിട്ടുള്ളത്. അതിൽ 3ാമത്തെ വീടാണ് താക്കോല് നൽകുന്നത്. ബാക്കി പല വീടുകളും പടിപ്പുരയിലാണ്. പല വീടുകളും ഈ മാസം തന്നെ അവസാനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, അടുത്ത മാസം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 മാസത്തിനുള്ളിൽ ഇത്തരം വീടുകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. മലപ്പുറത്തെ വ്യാപാരികളുടെ നന്മയും ഐക്യവും വേറിട്ടൊരു മാതൃകയാണ് തീർക്കുന്നത്. ഇത് സംസ്ഥാനത്തെ മറ്റു സംഘടനകൾക്കും മാതൃകയാവുന്നു. ഏറ്റവും അർഹരായവർക്കാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നതെന്നും എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. പെരിന്തൽമണ്ണ മാർക്കറ്റിൽ 25 വർഷമായി വ്യാപാരം ചെയ്തു വരുന്ന ഞങ്ങളുടെ ഒരു മെമ്പറായ മുജീബ് റഹ്മാൻ ഇന്ന് ഇവിടെ ഒരു വീട് വർക്കുകളെല്ലാം കഴിഞ്ഞ് താക്കോല് കൈമാറിയിരിക്കുക. മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു സുദിനമാണെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഒരു വ്യാപാരിക്ക് ഒരു വീട് ഇന്ന് യാഥാർത്ഥ്യമാക്കുകയാണ്. ഇനിയും മർച്ചന്റ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള വീടില്ലാത്ത വ്യാപാരി. മലപ്പുറത്തിൻ്റെ നന്മ വാനോളമുയരുകയാണ്. അക്ഷരാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ
വ്യാപാരികൾ തന്നെ അത് തെളിയിക്കുന്നു. ചാനൽ 10 പെരിന്തൽമണ്ണ. DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന മലബാർ എക്സ്പോ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. നീരാളിയുടെ കവാടത്തിലൂടെയുള്ള പ്രവേശനം, ആരെയും ആകർഷിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ, കുഞ്ഞു മനസ്സുകളുടെ മനസ്സിന് ആകർഷിക്കുന്ന വ്യത്യസ്ത തരം പക്ഷികളുടെ വലിയ ലോകം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ, വ്യത്യസ്ത തരം റൈഡുകൾ. ആസ്വദിക്കൂ ഈ അലങ്കാര മത്സ്യ പ്രദർശനവും പെറ്റ് ഷോയും. DG അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ ഡിസംബർ 8 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെ. DG അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ, ബൈപ്പാസ് റോഡ്, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിന് പിൻവശം, പെരിന്തൽമണ്ണ.